ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ തോട്ടത്തിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാലിനിയും അലീനയും അവതക്കുട്ടിയും കൂടെ തിരിച്ചു വരാണ് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അത് കാണുമ്പോൾ ആൻ്റപ്പൻ ആ ഒരു ഡ്രൈവറോട് പറയുന്നുണ്ട്, കണ്ടില്ല എന്തൊരു സന്തോഷത്തിൽ അവർ തിരിച്ചു വരുന്നത് എന്നിങ്ങനെ കുശുമ്പോട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സ്റ്റാൻലി വീണ്ടും അവളുടെ മനസ്സൊന്ന് അളക്കാനായിട്ട് പറയുന്നുണ്ട്, ഈ തോട്ടക്കം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല തണുപ്പും നല്ല മരങ്ങളും കാറ്റും എല്ലാം എന്തൊരു മനസ്സിന് സുഖാന്നറിയോ ആ തോട്ടത്തിലേക്ക് പോയപ്പം. അപ്പോൾ സ്റ്റാൻലി വീണ്ടും ഒരു ഗമയോട് കൂടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് അവിടേക്ക് എത്രയും ആക്കിയെടുത്തത്, അതൊരു തരിശു ഭൂമിയായിരുന്നു. അത് വീണ്ടും കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, പപ്പയല്ലല്ലോ അവിടെ എത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും എൻ്റെ പൈസയും എൻ്റെ കാര്യങ്ങളും കൊണ്ടാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഒരിക്കലും അവിടെ എത്രയും അടിപൊളി ആവില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് ഈ തോട്ടം നന്നാക്കിക്കൊണ്ടൊന്നും മാത്രം ഒന്നും ആവില്ല, നമ്മൾ പാവങ്ങളെയൊക്കെ സഹായിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ സഹായിക്കാറുണ്ടല്ലോ, പിന്നെ ആൻ്റപ്പൻ ഒരുപാട് പൈസയൊക്കെ പുറമേ നിന്ന് കിട്ടുന്നുണ്ട്, അവൻ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ശമ്പളവും കൊടുക്കുന്നില്ലേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്, ഒരുപാട് കുട്ടികൾ അനാഥാലയത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്, അവരെയൊക്കെ സഹായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പൈസ ഉണ്ടായിട്ട് വെറുതെ തോട്ടം മേടിച്ചിട്ടും അവിടെ ഓരോന്ന് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്നവൾ പുച്ഛിച്ച് പറയുമ്പോൾ സ്റ്റാലി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ ആയിരുന്നല്ലോ ഇത്രയും കാലം, അപ്പോൾ എനിക്കറിയാം അനാഥാലയത്തിലെ കുട്ടികളുടെ കഷ്ടപ്പാടും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സ്റ്റാലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് അവളോട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാനുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കേൾക്കേണ്ട നിൻ്റെ ഈ വർത്താനം, എനിക്കറിയാം നിൻ്റെ കാര്യങ്ങളെല്ലാം. സ്റ്റാലിനി പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ അലീനയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അവൾക്ക് നന്നായിട്ട് വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊരു വിഷമമില്ല, ഞാൻ അവിടെയാണ് വളർന്നത്, അവിടെയാണ് പഠിച്ചതെന്ന് പറയുന്നതിൽ ഞാൻ ഇത്രയും കാലം വളർന്നത് അവിടെയായിരുന്നു, അതുകൊണ്ട് എനിക്കിത് ആരോട് പറയുമ്പോഴും ഒരു നാണക്കേടും തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നാണക്കേടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കോളാം, എനിക്ക് പോകാനുള്ള അനുമതി മാത്രം തന്നാൽ മതി, വണ്ടിക്കാശ് പോലും വേണ്ട. അത്രയും പറഞ്ഞ് സങ്കടത്തോടു കൂടി അവൾ അകത്തേക്ക് പോവാണ് കേട്ടോ. സ്റ്റാൻലിക്കാണെങ്കിൽ അവൾ ഇത്രയും പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വന്നു. കാരണം അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ സ്റ്റാൻലിക്ക് വരുന്നത്. അങ്ങനെ അവിടെ ഒരു ഈഗോ പ്രശ്നം പോലെ സ്റ്റാൻലി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടൂരാണ്. കടപ്പാട്ടൂരേക്ക് വൈജ പറഞ്ഞിട്ട് പുതിയൊരു വേലക്കാരി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വേലക്കാരി വന്നു രാവിലെ തന്നെ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വൈജ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് വരാൻ പറയുന്ന സമയത്താണ് പുറത്തേക്ക് കൃഷ്ണയും അതുപോലെ തന്നെ ബബിതയും വരുന്നത്. അങ്ങനെ അവരെ കാണിച്ചു കൊടുത്തിട്ട് വൈജ പറയുന്നുണ്ട്, ഇതെൻ്റെ മക്കളാണ് കൃഷ്ണയും ബബിതയും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവരോട് ജോലിയുടെ കാര്യങ്ങളും സമയങ്ങളും എല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും പുച്ഛാണ് തോന്നുന്നത് കേട്ടോ വൈജയന്തിയോട്. എന്നിട്ട് വൈജയന്തി വലിയ ഗമയിൽ അവരോട് പറയുന്നുണ്ട്, കണ്ടോ അലീനയ്ക്ക് പകരം ഞാൻ കൊണ്ടുവന്ന വേലക്കാരിയാണ്, ഇനി മുതൽ ഇവളായിരിക്കും ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതും പറഞ്ഞിട്ട് വൈജ പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണമോള് ആ വേലക്കാരിനോട് പറയുന്നുണ്ട്, അതെ ചേച്ചിയുടെ കയ്യിൽ തോക്കും മെഷീനും ഉണ്ടോ? അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വൈജയും ആ ഒരു വേലക്കാരിയും പെട്ടെന്ന് ഞെട്ടാണ് കേട്ടോ, ഈ കുഞ്ഞെന്താ എങ്ങനെ പറയുന്നതെന്നുള്ള രീതിക്ക്. അപ്പോൾ ആ വേലക്കാരി പറയുന്നുണ്ട്, അതെന്തിനാ കുഞ്ഞ് അതിൻ്റെയൊക്കെ ആവശ്യം? അപ്പം കൃഷ്ണ ഒന്ന് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല ഇവിടെ നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം എന്നും പറഞ്ഞ് വൈജയെ കൂർപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. ഭവിതയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരകത്തേക്ക് പോകുന്നുണ്ട്. വൈജയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് വൈജ പറയുന്നുണ്ട്, അവൾ പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം കിച്ചൺ എന്നും പറഞ്ഞ് ആ വേലക്കാരിനെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്ര ഇതാണ് ഇനി മുതൽ നമ്മുടെ വീട്ടിലെ പുതിയ വേലക്കാരി, എന്ത് വേണമെങ്കിലും ഇവളോട് പറഞ്ഞാൽ മതി, ഇവളെല്ലാം കുക്ക് ചെയ്ത് തരും എന്ന് പറയുമ്പം ബാലചന്ദ്രൻ പുച്ഛിച്ചിട്ട് അവളങ്ങനെ നോക്കുകയാണ് കേട്ടോ. നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ പിന്നെ വേലക്കാരിയോട് പറയുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ സാറ് എന്ത് പറഞ്ഞാലും കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടല്ലോ. അപ്പോൾ ആ വേലക്കാരി ഉവ് എന്നൊക്കെ പറഞ്ഞ് തലയാട്ടിയിട്ട് ബാലചന്ദ്രൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്താ ബാലചന്ദ്രൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് ആ വേലക്കാരിക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ വേലക്കാരി വിചാരിക്കുന്നത് ഈ ഒരു സാറ് ഭയങ്കര മുരടനാണല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനോട് വീണ്ടും വൈജയന്തി എന്തോ ഒന്ന് പറയാനാവുമ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ദേഷ്യത്തോടു കൂടെ. അങ്ങനെ പിന്നെ പോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ വൈജയന്തി വീണ്ടും വേലക്കാരിയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്നേ ഞാൻ കിച്ചണൊക്കെ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേലക്കാരി എല്ലാം നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വൈജയന്തി വീണ്ടും കൃഷ്ണമോളി ബബിതയുടെ അടുത്തേക്കും പോയിട്ട് പറയുന്നുണ്ട്, കണ്ടോ പുതിയ വേലക്കാരീനെ, അവള് അലീനയ്ക്ക് പകരം വന്നതാ, ഇനി മുതൽ അലീന ചെയ്യുന്ന എല്ലാ കാര്യവും അവൾ ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവളോട് പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ ഇവർക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ വൈജയന്തിയോട്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അമ്മ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അലീന ചേച്ചി ചെയ്ത കാര്യങ്ങളൊന്നും ഈ ഒരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല, അതുകൊണ്ട് വെറുതെ ആ കാര്യം അമ്മ എപ്പോഴും എടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അവൾ ഇവിടുത്തെ വേലക്കാരി തന്നെ ആയിരുന്നില്ലേ,
അപ്പോൾ വേലക്കാരി ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവളും ചെയ്യാൻ പോകുന്നത്. രണ്ടാളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, വേലക്കാരി തന്നെയല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. വൈജയന്തി പോയതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട് അമ്മയ്ക്കൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ കൃഷ്ണമോള് പറയുകയാണ് അത് ശരിയാണ്, അമ്മ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവരും അകത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും കുളത്തുപുഴയാണ്. സ്റ്റാൻലി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അലീന എപ്പോഴും തന്നോട് തർക്കത്തിന് മാത്രമാണ് പറയുന്നത്. അവളോട് എന്ത് പറഞ്ഞാലും അവൾ അതിനെതിരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. തന്നോട് സ്നേഹത്തോടെയോ അല്ലെങ്കിൽ ഒരു അടുപ്പത്തോടെയോ ഒന്നും അവൾ സംസാരിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ വളരെയധികം ടെൻഷനോട് കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കൂടെ മദ്യപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവതക്കുട്ടി അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ അവതക്കുട്ടി സ്റ്റാൻലി കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട് നീ രാവിലെ തന്നെ തുടങ്ങി മദ്യപിക്കാൻ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പച്ചൻ എന്താ, അപ്പച്ചന് വേണോ? ഓ എനിക്ക് വേണ്ടായേ എന്നും പറഞ്ഞ് അവതക്കുട്ടി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അല്ല എന്താ നീ ഇങ്ങനെ രാവിലെ തന്നെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് ഒന്നുമില്ല, അലീന എപ്പോഴും എൻ്റെ അടുത്ത് എതിര് മാത്രമേ പറയുന്നുള്ളൂ. അവളോട് എന്ത് സംസാരിക്കാൻ ചെന്നാലും അവൾ അതിനൊക്കെ ഒരു എതിര് കാണും എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കും, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വെച്ച് എന്നോട് ഇങ്ങനെ എതിര് കാണിക്കേണ്ട ആവശ്യം എന്താ? മാത്രമല്ല ഞാനല്ലല്ലോ തെറ്റുകാരൻ. എന്നെ പലരും എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തതല്ലേ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി എന്നെയും അവളെയും ഒക്കെ അകറ്റിയത് പലരും ആണല്ലോ. അത് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അവതക്കുട്ടി തല കുനിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെക്കുറിച്ചല്ലേ പറഞ്ഞു, എനിക്ക് നന്നായിട്ടത് അറിയാം. പക്ഷെ നീ ഒന്നും മനസ്സിലാക്കണം, അന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വേറൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നിങ്ങൾ അകറ്റണം, അത്ര മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ലല്ലോ അവളുടെ വീട്ടുകാർ അനുകൂലിച്ചില്ലല്ലോ, അതുപോലെ തന്നെയല്ലേ ഞങ്ങളും ചെയ്തുള്ളൂ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട് അന്ന് നിങ്ങളെല്ലാവരും ആ ഒരു ബന്ധം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോവില്ലായിരുന്നു. അവൾ എത്ര വർഷക്കാലം ഒറ്റയ്ക്ക് അനാഥാലയത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു. പക്ഷെ അന്ന് നിങ്ങൾ ഈ ഒരു ബന്ധം അനുകൂലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇന്ന് രാജകുമാരിയെ പോലെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ അവൾ സന്തോഷവതിയായിരുന്നു. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമുക്കിനിപ്പോൾ അത് തിരുത്താനോ മാറ്റാനോ ഒന്നും പറ്റില്ലല്ലോ. ഇനി നീ അങ്ങോട്ട് അവളെ നന്നായിട്ട് സ്നേഹിക്കുക, അവളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലൊരു പപ്പയായിട്ട് അവൾ പറയുന്നതെല്ലാം അനുസരിക്കാം. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അവൾ പറയുന്ന എല്ലാ കാര്യമൊന്നും ഞാൻ അനുസരിക്കില്ല, അതിൽ നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ഞാൻ അനുസരിക്കുള്ളൂ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. അവതക്കുട്ടി ഇത് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവൾ കണ്ടില്ല എപ്പോഴും ഈ ഓർഫണേജിനെ കുറിച്ച് പറയുന്നത്, അവൾക്ക് സത്യം പറഞ്ഞ ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അവളിപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എനിക്കിവിടെ നിൽക്കണ്ട എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവൾക്ക് ഓർഫണേജിലേക്ക് പോകണം, അതും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞല്ല അവൾ പോയത്. അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, അവൾക്ക് ഇപ്പോഴും ഓർഫണേജ് പോയാലും ഒരു കുഴപ്പമില്ല എന്നാണ്. അതുപോലെ തന്നെ അവൾക്ക് ബാലചന്ദ്രൻ്റെ അടുത്തും ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് അവിടേക്ക് പോകുന്നതും സന്തോഷമായിരിക്കും. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട് അവളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല, കാരണം അവൾക്ക് അച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് കിട്ടിയത് ആ മേനോൻ്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ മേനോൻ എല്ലാ സത്യങ്ങളും അറിയാം, എന്നിട്ടും അവളെ നന്നായിട്ട് സ്നേഹിച്ചില്ലേ. അപ്പം ആ ഒരു സ്നേഹം അവൾക്ക് എന്തായാലും മേനോനോട് ഉണ്ടായിരിക്കും. പിന്നെ അയാളിൽ നിന്ന് കിട്ടിയ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അതൊക്കെ അവളെ കൂടുതൽ അയാളോടായിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നിന്നെ അവൾ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങിയാൽ എല്ലാം ശരിയാവും. നീയും അവളെ അതുപോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം, സ്നേഹിക്കണം. അപ്പോൾ അവൾക്കും ഒരു അച്ഛൻ്റെ ഒരു സ്നേഹം കിട്ടുമ്പം അവളും പതിയെ നീയുമായിട്ട് അടുക്കും, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ സ്റ്റാൻലിയെ നന്നായിട്ട് ഉപദേശിക്കുകയാണ് കേട്ടോ നമ്മുടെ അവതക്കുട്ടി. അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്റ്റാലിനെയും അലീനയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവർ തമ്മിൽ നന്നായിട്ട് അടുത്ത ഒരു അച്ഛൻ മകൾ എന്നുള്ളൊരു ബന്ധം വരും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്